കാപ്പി എന്താ ഉണ്ടാക്കുന്നത്? പുട്ടുണ്ടാക്കാം. പുട്ടുപൊടി കഴിക്കുന്നു. പുട്ടും ഉണ്ടാക്കി കിഴങ്ങറിയും വയ്ക്കും. ഇവിടത്തെ ആള് പിന്നെ എഴുന്നേൽക്കുമ്പോ ഉച്ചനേരം ആവുമല്ലോ, പിന്നെ അന്നേരം ചോറ് കൊടുത്താൽ മതിയായിരിക്കും. വരുമ്പോ അവന് ചോറും കാപ്പി എടുക്കണമല്ലോ, എന്തായാലും കാപ്പി ഉണ്ടാക്കാം. കാത്തോട്ട് ചെരുപ്പില്ല കാലില്, പോയി ചെരുപ്പിട്ടേക്ക് വന്നേ. എത്ര നേരം കിടന്ന് അടിച്ചാലാണ് എന്തോ. ഇവിടെ ഉള്ളൊരു കുരിപ്പിന്റെ ആണെങ്കിൽ അടിച്ചു തീരണതിന് മുന്നേ അവൾ അടുത്ത സാധനം അങ്ങ് നിരത്തിയിരിക്കും. അത് അതീന്ന് തലവേദന. ഇന്ന് രാവിലെ ഞാൻ ഒരു ട്രിപ്പ് അടിച്ചതാ, ഏതാണ്ട് ബിസ്ക്കറ്റ് രാവിലെ ചായക്ക് കൊടുത്തത്. അപ്പോഴേക്കും അടുത്ത ഐറ്റം അവള് പൊടിച്ചു വാരി ഇട്ടിട്ടുണ്ട്. ഒരു ദിവസം 10,000 പ്രാവശ്യം അടിക്കണം. ഇവിടത്തെ ആളും കിടന്ന് ഉറങ്ങിയിരിക്കും. കുറച്ച് വെള്ളം കോരി മൂത്ത് അങ്ങോട്ട് ഒഴിച്ചാലോ എന്ന് ആലോചിക്കണേ. തുറന്നു നോക്കട്ടെ. ഫുള്ളായിട്ട് അങ്ങോട്ട് പൊതച്ച് മൂടിയും കിടക്കേണ്ടിരിക്കും. ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടൊന്നും അങ്ങ് ഒഴിച്ചാലോന്നാ. അതെ ഇന്ന് എണീക്കല്ലേ, ഉച്ച നേരമായി. ചോറ് തിന്നാ ബാ. അല്ല, ഉച്ചക്ക് ചോറ് തിന്നാ ബാ. മീൻകറി ചോറൊക്കെ ആയിട്ടുണ്ട്, കഴിച്ചാലോ? പല്ലൊരച്ചിട്ട് വന്നാ തരായിരുന്നു. എന്തും ഉറക്ക ഇത്. നിങ്ങക്ക് വേറെ പണിയൊന്നും ഇല്ല, ഈ കിടപ്പി തന്നെ. ദേഷ്യം പറഞ്ഞിട്ട് ഞാൻ വല്ല പറഞ്ഞാലുണ്ടല്ലോ കൂടിപ്പോവും ഞാൻ. ഇന്ന് മഴക്കാറാണെന്ന് തോന്നുന്നു. ബെഡ്ഷീറ്റുകളെടുത്ത് കഴുകുകയും ചെയ്തു. ഉണങ്ങി കിട്ടുമെന്തോ. എന്തായാലും വിരിച്ചിടാം. മഴ മങ്ങി കിടക്കുക ക്ലൈമറ്റ്. നോക്കട്ടെ. കാന്താരിയൊക്കെ അത്യാവശ്യം ഒന്ന് പൂവിട്ടിട്ടുണ്ട്. ഇച്ചിരി വളം ഇട്ട് കൊടുത്തെങ്കിൽ നല്ലതായിരുന്നു. ഇച്ചിരി മണ്ണൊക്കെ ഇട്ട് വളവും കൂടെ ഇട്ട് കൊടുത്തെങ്കിൽ കാര്യം നന്നായിട്ട് വന്നേനെ. എന്തായാലും ഇന്നത്തെ പണികൾ ഒരുവിധമൊക്കെ ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. ഇനിയും കിടക്കുക പണി. 2-3 ഷോർട്സൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ട്. ഈ ആളിനി എപ്പോൾ എഴുന്നേറ്റ് വരുമോ എന്തോ. എന്തായാലും വരണം വെച്ച് നോക്കാം. അല്ലാണ്ടിപ്പോൾ എന്നാ ചെയ്യണേ. എന്തായാലും പോട്ടെ. ഇതും പിടിച്ചുകൊണ്ടിരുന്ന പണി, അടുക്കളയിലെ പണിയൊന്നും തീരൂല. പോയിട്ട് വരാം. സമയമായുള്ളൂ. ഞാൻ കുറച്ചു നേരം ഫോണിലും കൂടെ കളിച്ചു. കുറെ കോളൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഓഹോ, ഉറക്കം കഴിഞ്ഞു. കളിക്ക്, മൊബൈലിൽ കുത്തി കളിക്ക്. വേറെ പണിയൊന്നും ഇല്ലല്ലോ. നേരം വെളുത്ത് 5:30 തൊട്ട് ഞാൻ കിടന്ന് ഈ പണിയണതാ. ആ കൊച്ചിനെ ഒരു നേരം നോക്കാനോ ഒന്നും നിങ്ങൾക്ക് പറ്റൂല. ഈ കിടപ്പ് മാത്രം. ഞാൻ പറഞ്ഞേക്കാം, വല്ല കൂടിപ്പോ. ഞാൻ പറഞ്ഞ കൂടിപ്പോ. അല്ല, ഇത്രയും നേരം ആയിട്ട് ഇക്കാതെ എണീറ്റ് എന്തെങ്കിലും ഒരു പണി ചെയ്തൂടെ? എന്നാ പോ, നാട് വിട്ടു പോ. കുട്ടികളായി, അല്ലെങ്കിൽ പണ്ടേ ഞാൻ നാട് വിട്ടു പോയത്. ആരെ പറഞ്ഞ് പോണ്ടാന്ന്. പൊക്കോ. എന്ത് ചെയ്യും? നേരം വെളുത്ത് ഞങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് ഇവിടെ ഈ 100 കൂട്ട പണി. ഈ ആണുങ്ങൾ ഇതുപോലെയുള്ള ആണുങ്ങൾ, എല്ലാ ആണുങ്ങളും ഇത് ഞാൻ വീട്ടിലെ എല്ലാ പണിയും ചെയ്യുന്നതിന്റെ ഒരു അഹങ്കാരം. എല്ലാം മേടിച്ചുകൊണ്ട് തന്നാലും ഉണ്ടാക്കി തന്നാ പോരാ. അവർക്ക് അഹങ്കാരമാണ്. ഉണ്ടാക്കണതിന്റെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. മനുഷ്യനെ കെടുത്തി കുറച്ചു നേരം ഉറക്കാൻ പോലും സമ്മതിക്കാതെ അവരുടെ ഒരു കുന്നായ്മ. ഉള്ള നേരത്ത് എങ്ങോടെങ്കിലും ചാടിപ്പോവാം. ഇവളുടെ വായിലിരിക്കണ കേൾക്കണക്കായും ഭേദം എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാം. വല്ല ഫിലിമിനോ.
കാച്ചി വെച്ചേക്കണത് അവൾക്ക് മാത്രം. പൈസ മുടക്കാൻ ഞാൻ. എണ്ണ കാച്ചി വെക്കണത് അവൾക്ക് മാത്രം. തേപ്പിക്കാൻ നന്നായി. വേറെ ഇപ്പം പല്ലൊരക്കല് കഴിഞ്ഞു. ഇനി കുളിയും തേവാരോ ഒരിക്കും അടുത്തത്. ഇപ്പൊ പുട്ടും കിഴങ്ങറിയുണ്ട്. അത് തിന്നുവോ അതോ ചോറ് തിന്നുവോ? എന്താണാവോ എടുത്ത് വെക്കേണ്ടത്? എടുത്ത് വെക്കാമായിരുന്നു. പിന്നെ നിന്റെ പുട്ടും കിഴങ്ങറി നിന്നിട്ടല്ലേ ഞാൻ ഇത്ര നാളെ ജീവിച്ചത്. നീ ഒന്ന് പോടി വേണ്ടവരുടെ അടുത്ത്. അവളുടെ വയറും കണ്ടോ ദേവിച്ചിട്ടുള്ള അവളുടെ എല്ലാത്തിലേക്കും പോവാമോ? പെട്ടെന്നേ കുളി കഴിഞ്ഞ് വല്ല സിനിമയ്ക്ക് പോവോ അല്ലെങ്കിൽ വല്ല മാളിലേക്ക് പോവോ? കാപ്പി എടുത്ത് വെക്കാൻ പറഞ്ഞ വെച്ചായിരുന്നോ? അപ്പൊ വേണ്ടെന്ന് പറഞ്ഞു കുറച്ചു മുന്നേ. ഈ പുട്ടൊക്കെ ഉണ്ടാക്കിയ ഇനി ഞാൻ ആർക്കാ എടുത്ത് കൊടുക്കണ്ടേ? ഇക്ക മര്യാദയ്ക്ക് ഒരു അങ്ങോട്ട് വാങ്ങിങ്ങോട്ടോ. ഇക്ക അത് എടുത്തു വെച്ചു. ഇനി ചായ ഞാൻ ചൂടാക്കൂല കേട്ടോ. ഇപ്പൊ 2-3 ട്രിപ്പ് ചായ ചൂടാക്കി എടുത്ത് കഴിക്കുക. ഇക്കാനുള്ള പുട്ട് മാത്രമേ ഉള്ളൂ. വാ. എന്താ ഇന്നത്തെ കുട്ടി എന്താണാവോ? നീ തന്നെ കഴിച്ചോ. പുട്ടെന്ന് പേര് മാത്രമേ ഉള്ളൂ. എന്താ പുട്ട? ഇതാണ് അല്ല ഒന്നിരുന്ന് ഇവിടെ ഇരുന്ന് ഒരു കാര്യം പറയട്ടെ. ഞാൻ ഇരിക്കണ ഇവിടെ അല്ല ഒരു കാര്യം പറയട്ടെ. ഞാൻ കഴിച്ചോളൂ. ഇവിടെ പുട്ടും കിഴങ്ങേറി ഒരു കാര്യം പറയട്ടെ. പുട്ടും കിഴങ്ങേറിയ ഇവിടെ ഇരിക്കും. ഒരു കാര്യം പറയട്ടെ. അവിടെ ഇരിക്കും. അവിടെ ഇരിക്കും. എനിക്ക് പറ്റില്ല, ഒച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ്. മഞ്ഞപ്പൊടി, മുളക് പൊടി, വെളിച്ചെണ്ണ. ഈ അയൽവക്കത്ത് പോയി മേടിച്ച് മടുത്തു. ഇനി അവർക്ക് വായ്പ മേടിച്ച സാധനം കൊടുക്കണം. പറ്റുമെങ്കിൽ ഇത്രയും സാധനങ്ങൾ മേടിച്ചോണ്ട് വന്നാൽ ഇനി അടുത്ത ഞാനുള്ളത് ഉണ്ടാക്കി തരും. ഞാനിതെല്ലാം മേടിച്ചൊന്നും വയ്ക്കണ്ടല്ലോ. നീ ഇതൊക്കെ എടുത്ത് നീ നിന്റെ റീൽസ് നടത്തി തീർക്കുമല്ലേ? മഞ്ഞപ്പൊടി ആകെ കൊണ്ടുവരുന്നതെല്ലാം 100 ഗ്രാമിന്റെ ഒരു പാക്കറ്റും കൊണ്ടുവരും. ഒരു മാസത്തേക്കാണ് 100 ഗ്രാം കൊണ്ടുവന്നാ. കഴിഞ്ഞ ആഴ്ച കൊണ്ടിട്ട് എനിക്കിതൊന്നും അറിയണ്ട. സാധനം തീർന്ന വാങ്ങിച്ചോണ്ട് വരും. ഇപ്പൊ ആരാ ജോലിക്ക് പോണ ഈ വീട്ടിൽ? ഞാനാണോ? എല്ലാ വീട്ടിലും പെണ്ണുങ്ങളും ജോലിക്ക് പോകണ്ടേ? എന്നെ പണിക്കും കൂടെ വിട്ടിട്ട് ജീവിക്കാനാ? നിങ്ങൾ വേണമെങ്കിൽ അതും ചെയ്യും. എന്നെ പണിക്ക് വിട്ടിട്ട് നിങ്ങൾ അങ്ങനെ പെണ്ണുങ്ങളെ പണിക്ക് വിട്ടിട്ട് ചെയ്യുന്ന ആണുങ്ങളുണ്ടോ? അപ്പൊ എന്നെ കിട്ടൂല പോണെ. അതിന് വേറെ ആണുങ്ങളെ പെണ്ണുങ്ങളെ നോക്ക്. വേണമെങ്കിൽ സാധനം മേടിച്ചിട്ടുണ്ട്. നിങ്ങൾ തിന്നണ്ട. നിങ്ങൾ കടയിൽ പോയി തിന്നോ. നടത്തട്ടെ. എന്നാ കുറച്ച് ഒരു പൊടി മുളക് ഉണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും റീൽസ് പിടിക്കുക. വെളിച്ചെണ്ണ ഉണ്ടെന്ന് പൊടിക്ക്, മഞ്ഞപ്പൊടി ഉണ്ട്. അപ്പൊ എല്ലാം കൂടെ കഴിക്കാണ്ട് സാധനങ്ങൾ മേടിച്ചോണ്ടോന്നു കേട്ടോ. വീട്ടിലെ സാധനങ്ങൾ തീർന്ന മേടിച്ചോണ്ടോ. ഞാൻ അയൽവക്കത്തെ ഒന്നും മേടിക്കില്ല. കൊച്ചുങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ സാധനങ്ങൾ മേടിച്ചോണ്ടോ. എന്റെ സ്വഭാവം മാറ്റിക്കരുത്. ഉള്ള കാര്യം പറയാം. ഓട്ടോ ഒക്കെ പോകണ്ടല്ലോ. പൈസ എന്നെ വല്ല വേറെ വല്ല കൊണ്ട് കൊടുക്കണുണ്ടോ? എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കണ. അവിടെ നിന്ന് മേടിക്കുന്നു, ഇവിടെ നിന്ന് മേടിക്കണം. ഓരോ വീട്ടിൽ വായ്പ മേടിച്ച് ഞാൻ ഓരോന്നും ഉണ്ടാക്കണം. എന്നാ തിന്നോ? അതുമില്ല. ഭ്രാന്ത് പിടിക്കണം മനുഷ്യന്. ഞാൻ കണ്ട എന്റെ വീട്ടിലേക്കാണ് ഞാൻ പോക്കോളാം. അവിടെ തന്നെ ഒരു തന്തയും തള്ളയുണ്ട്. ഇവിടെ കിടന്ന് എന്നെ അങ്ങോട്ട് വീട്ടിൽ പറഞ്ഞ് വിട്ടിട്ട് വേറെ വല്ലതും കൊണ്ടുവരണമായിരിക്കും. ഞാന് വെറും കൈയോടെ വന്നല്ല. എന്റെ 10 പവന്റെ സ്വർണ്ണം എന്റെ അച്ഛൻ മേടിച്ചു തന്നിട്ടുണ്ട്. 2.5 ലക്ഷം രൂപ പൈസ ആയിട്ട്. പിന്നെ എനിക്ക് തരാനുള്ള പൈസ ബാക്കി ബാങ്കിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ എന്നെ വല്ല വലിഞ്ഞെറിഞ്ഞു വന്നതാ. നിങ്ങൾ ഈ പറഞ്ഞ നിങ്ങളെ വീട്ടിൽ നിന്ന് വല്ല കുഞ്ഞൊടിക്ക കൊണ്ടുവന്നോ? ഇല്ലല്ലോ. കൊണ്ടുവന്നോ? പുറത്ത് പോകാനുള്ള പണിയായി. അതെ, വീട്ടിൽ വല്ല പറയുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയാൽ ആണുങ്ങൾക്ക് ചെയ്യുന്ന പണിയല്ല. ആ കാര്യം ഞാൻ പറഞ്ഞില്ല. പുറത്ത് നിന്ന് സംസാരിക്കാൻ എനിക്ക് പറ്റില്ല. ആൾക്കാർ കേൾക്കും. വരുമ്പോ സാധനങ്ങൾ മേടിച്ചോണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി അന്നേരം ഉണ്ടാവും. ഉള്ള കാര്യം ഞാൻ പറഞ്ഞില്ല.